ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇങ്ങനെ ഒരു ടോപ്പിക് അവതരിപ്പിക്കാൻ എനിക്ക് അവസരം തന്ന തൃശ്ശൂർ കോയിൻ സൊസൈറ്റിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ടോപ്പിക്കിലേക്ക് നേരിട്ട് കിടക്കാം. ഇലാഹി കാലഘട്ടത്തിലെ നാണയങ്ങൾ. ആദ്യമായി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. എന്താണ് ഇലാഹി കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലാഹി എന്ന് പറയുന്നത് ഒരു മതമാണ് എന്ന് പറയുന്ന ലാഹി എന്ന് പറയുന്നത് ഒരു മതം ആണ് എന്ന് പറയുന്ന ചരിത്രകാരന്മാരുണ്ട്. അതൊരു ജീവിത ശൈലി, ജീവിത രീതി, അല്ലെങ്കിൽ ഒരു വേറിട്ട ചിന്ത എന്ന് പറയപ്പെടുന്ന ചരിത്രകാരന്മാരുണ്ട്. അതിനെ ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് തീർച്ചയായും വിശേഷിപ്പിക്കാൻ പറ്റും. നമുക്ക് അതിനുള്ള തെളിവുകളുണ്ട്. അതിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് റെഫറൻസുകളും നന്ദികളും ഞാൻ ആദ്യമായി പ്രകടിപ്പിക്കുകയാണ്. ഒന്ന്, ഇതിലെ ഇലാഹി കാലഘട്ടത്തിനെ കുറിച്ചുള്ള റെഫറൻസ് ആയിട്ട് മെയിൻ ആയിട്ട് എടുത്തേക്കുന്നത് ഒന്ന്, കോയിനേജ് ഓഫ് അക്ബർ ബൈ ആൻഡ്രൂ ലിഡിൽ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഫോറിൻ സർവീസ് ആയിരുന്ന ഒരു സായിപ്പാണ്. ഇവിടെ ഇന്ത്യയിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന സായിപ്പ് എഴുതിയ ഒരു ആധികാരികമായ ബുക്കാണ് കോയിനേജ് ഓഫ് അക്ബർ ബൈ ആൻഡ്രൂ ലിഡിൽ. രണ്ടാമത് നമുക്കറിയണ പോലെ ബ്രിട്ടാനിക്ക, എൻസൈക്ലോപീഡിയ, വിക്കിപീഡിയ മുതലായ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന നാണയങ്ങളിൽ ഞാൻ ഒരുവിധം എല്ലാ സാധനങ്ങളും എന്റെ കണക്ഷനിൽ തന്നെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ കിട്ടാത്ത സാധനങ്ങൾ ഞാൻ സെനോ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ആ നാണയങ്ങൾ കാണിക്കുമ്പോൾ അതിന്റെ റെഫറൻസ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആരാണ് ഈ ഇലാഹി കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, 16ാം നൂറ്റാണ്ടിലെ ജീവിച്ചിരുന്ന ഏറ്റവും പ്രഗത്ഭനായ മുഗൾ ചക്രവർത്തിയായ മൂന്നാമൻ അക്ബർ ദ ഗ്രേറ്റ്, അക്ബർ ദ ആസാം എന്ന് പറയുന്ന ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബറാണ് ഇലാഹി കാലഘട്ടത്തിന്റെ ഉപജ്ഞാതാവ്. ഇദ്ദേഹം ജനിച്ചത്, ഈ ഡേറ്റിന് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്, 1542 അറിയാം. ഡേറ്റ് കറക്റ്റ് ആണെന്ന് ഇപ്പോഴും ആൾക്കാർ അങ്ങോട്ടും പറയുന്നുണ്ട്. ഹുമയൂണിന്റെയും ഹമീദ ബാനു ബീഗത്തിന്റെയും മകനായി ജനിക്കുന്നു. ഇത് നമുക്കറിയാം, ഹുമയൂൺ ആകസ്മികമായി മരണപ്പെടുകയാണ്. അദ്ദേഹം ഒരു ആകസ്മിക മരണത്തിൽ പെടുമ്പോൾ ഇദ്ദേഹം ഒരു പയ്യനാണ്. അദ്ദേഹം ബൈറാം ഖാന്റെ ശിക്ഷണത്തിൽ അദ്ദേഹം അന്നത്തെ ചക്രവർത്തിയായി അവതരിപ്പിക്കുകയാണ്. 14 ഫെബ്രുവരി 1556 ഹിജ്റ വർഷം 963 ഇദ്ദേഹം മുഗൾ ചക്രവർത്തിയാവാണ്. അദ്ദേഹം മരിച്ച ഡേറ്റും താഴെ എഴുതിയിട്ടുണ്ട്. ഇനി അക്ബർ എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, വളരെ സഹിഷ്ണുത പുലർത്തിയിരുന്ന ഒരു മുഗൾ ചക്രവർത്തിയായിട്ടാണ് എല്ലാവരും അദ്ദേഹത്തെ കാണുന്നത്. അതിന് കാരണങ്ങളും ചരിത്രപരമായുണ്ട്, നാണയപരമായുണ്ട്. നമുക്ക് അതിലേക്ക് ജസ്റ്റ് കടന്നു നോക്കാം. ആദ്യം അക്ബറിന്റെ മതപരമായ ചിന്ത എങ്ങനെയായിരുന്നു നോക്കുകയാണെങ്കിൽ, അദ്ദേഹം ഒരു സുന്നി ഇസ്ലാം ആയിരുന്നു. നമുക്കറിയാം, ഇസ്ലാമിൽ 2 തരം ഫാക്ഷൻസ് ഉണ്ട്. ഒന്ന് ഷിയ, ഒന്ന് സുന്നി. അത് പ്രവാചകൻ മരിച്ചതിന് ശേഷം ആര് അധികാരത്തിലേക്കണം എന്നുള്ള തർക്കത്തെ തുടർന്നുണ്ടായിരുന്നതാണ്. ഇദ്ദേഹം ജനിച്ചു വീഴുന്നത് ഒരു യാഥാസ്ഥിതിക സുന്നി വിഭാഗത്തിലാണ്. അപ്പോൾ ഒരു കാര്യം കൂടി പ്രത്യേകം പറയണം. ഇദ്ദേഹത്തിന്റെ അച്ഛനായിരുന്ന ഹുമയൂൺ ശരിക്ക് ഈ നമ്മുടെ ഷേർഷാ സൂരിയായിട്ട് തോറ്റിട്ട് പലായനം ചെയ്തിട്ട് അദ്ദേഹം അഭയം തേടുന്നത് പേർഷ്യയിലെ രാജാവായ തംഹാസപ് ഒന്നാമന്റെ അടുത്ത് പോയി അഭയം തേടുമ്പോൾ ഇദ്ദേഹത്തെ രാജകീയമായി സ്വീകരിച്ച് ഹുമയൂണിന് വേണ്ട പടയാളികളും എല്ലാ സുഖലോലുപതയും കൊടുത്തതിന് ശേഷം വലിയൊരു ആർമിയും കൂടി കൊടുത്തിട്ട് പറയണേ, നിങ്ങൾ പോയി അവരെ കീഴടക്കണം. 2 കണ്ടീഷനാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, കാണ്ഡഹാർ കിട്ടുകയാണെങ്കിൽ കാണ്ഡഹാർ പേർഷ്യക്ക് കൊടുക്കണം. 2, അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഷിയ വിശ്വാസിയായി തീരണം എന്ന് ഒരു കണ്ടീഷൻ വെക്കുകയാണ്. അദ്ദേഹം ആയില്ലയോ എന്നുള്ളത്. അപ്പൊ അക്ബറിന് 2ലും കുറച്ച് കിട്ടിയിരുന്നു. ഒരു സൂഫി പാരമ്പര്യം കൂടി അക്ബറിന് അവകാശപ്പെടാം. അദ്ദേഹം ജനിച്ചു വീണത് പക്ക സുന്നി വിശ്വാസിയായിട്ടാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ പറയേണ്ടത്, ജിസിയ എന്ന് പറയുന്ന ഒരു തരം ടാക്സ് സിസ്റ്റത്തിന് അന്ന് നിലവിലുണ്ട്. ഇസ്ലാമിക ഭരണകൂടത്തിലുള്ള ഇതിൽ അന്യമതസ്ഥർ സർക്കാരിലേക്ക് കൊടുക്കേണ്ട നികുതിയുടെ പേരാണ് ജിസിയ. അക്ബർ ചെയ്ത ഒരു മെയിൻ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആ നികുതി എടുത്ത് കളയണം അക്ബർ ചെയ്യണം. അതായത് ഏത് മതസ്ഥർക്കും ഏത് മതം വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ ഉള്ള അനുവാദം കൊടുക്കുക വഴി ആ നികുതി എടുത്ത് കളയണം അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ചെയ്ത മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇബാദത്ത് ഖാന എന്ന് പറയുന്ന അന്ന് അദ്ദേഹം കണ്ടുപിടിച്ച ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന തലസ്ഥാനത്ത് അദ്ദേഹം ഒരു ഹാൾ ഓഫ് വർഷിപ്പ്, എല്ലാവർക്കും വന്ന് പ്രയറിന് വേണ്ടി ചെയ്യാൻ പറ്റാവുന്ന ഒരു വലിയൊരു ഹാൾ പണിയാണ്. അതിന്റെ പേരാണ് ഇബാദത്ത് ഖാന. അദ്ദേഹം മറ്റു മതസ്ഥരെയും, അതായത് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഇസ്ലാം മതസ്ഥരെയും ഹിന്ദു മതസ്ഥരെയും ക്രിസ്ത്യൻ മതസ്ഥരെയും ജൈനരെയും ബുദ്ധരെയും ഒരു പക്ഷെ നിരീശ്വരവാദികളെയും അദ്ദേഹം അവിടേക്ക് ക്ഷണിച്ച് അവരുടെ വ്യൂ പോയിന്റ്സ് മറ്റുള്ളവരുടെ മുമ്പിൽ
അവതരിപ്പിക്കാനും ചർച്ചകൾ നടത്താനും ഡിബേറ്റ് നടത്താനും ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ അത് വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം മതത്തിന്റെ കാര്യത്തിൽ കണ്ടത്. എല്ലാവരിൽ നിന്നുള്ള നല്ലത് സ്വാംശീകരിക്കുക എന്നുള്ള ഒരു പ്രവൃത്തി അദ്ദേഹം അവിടെ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. നാല് എന്ന് പറയണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരുതും അറിയപ്പെടുന്ന എല്ലാ ഹിന്ദുമത പുസ്തകങ്ങളും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാണ്. അഞ്ചാമത്തെ മാട്രിമോണിയൽ റിലേഷൻസ്. ഇദ്ദേഹം നമുക്കറിയാം, ഇദ്ദേഹം ഒരു ഹിന്ദു രാജാക്കന്മാരുടെ മക്കളെയൊക്കെ എന്താ പറയാ ഭാര്യമാരായി അംഗീകരിച്ചിരുന്നു. ആ രാജാക്കന്മാർക്ക് അദ്ദേഹത്തിന്റെ സദസ്സിൽ ഉയർന്നമായ പദവികൾ നൽകിയിരുന്നു. ആ അമ്മായിച്ചന്മാർക്കും അളിയന്മാർക്കും ഒക്കെ ഇദ്ദേഹത്തിന്റെ സദസ്സിൽ വലിയ കാര്യം, അവർക്ക് ആകെ രണ്ട് കാര്യങ്ങൾ മാത്രം. ഒന്ന്, ഇദ്ദേഹത്തിന്റെ ഒപ്പം ഭക്ഷണം കഴിക്കാനോ ഇദ്ദേഹത്തിനോട് പ്രാർത്ഥനയ്ക്കോ പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. ബാക്കി എല്ലാ സ്വാതന്ത്ര്യവും മതം മാറാതെ തന്നെ അവർക്ക് തുടരാനുള്ള അവസരം കൊടുത്തിരുന്നു. നമ്മൾ ബീർബൽ എന്നൊക്കെ പറയുന്ന നവരത്നങ്ങളിലെ കുറെ ആൾക്കാരൊക്കെ നമുക്കറിയാം. അള്ളോപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല. ഇത് ഇങ്ങനെ ഒരു ഉപനിഷത്ത് ഉണ്ട്, അള്ളാഹിനെ പ്രകർത്തിക്കുന്ന ഒരു ഉപനിഷത്ത്. നമുക്ക് വിവേകാനന്ദനൊക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് രചിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന കാലഘട്ടം ഏകദേശം ആ കാലഘട്ടമാണെന്ന് വിവേകാനന്ദനൊക്കെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അവസാനമായി ഇദ്ദേഹം ഈ എല്ലാ മതപരമായ കാഴ്ചപ്പാടുകളും കൂടി സ്വാംശീകരിച്ച് ഇദ്ദേഹം ഉണ്ടാക്കിയ ഒരു പുതിയ തരം ഒരു ക്രീഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന്റെ പേരാണ് ദിൻ ഇ ഇലാഹി. എന്താണ് ദിൻ ഇ ഇലാഹി? ദിൻ എന്ന വാക്കിനർത്ഥം വിശ്വാസം എന്ന് മാത്രമേ ഉള്ളൂ. ഇലാഹ എന്ന് വെച്ചാൽ ദൈവം, ദൈവത്തിലുള്ള വിശ്വാസം എന്നുള്ളതാണ്. ഇതാണ് അദ്ദേഹം ഉണ്ടാക്കിയ മതത്തിന്റെ പേര്, ദിൻ ഇ ഇലാഹി, ദൈവത്തിലുള്ള വിശ്വാസം. ഈ അബ്ദുൽ ഖാദർ ബദയൂനി എന്ന് പറയുന്ന അന്നത്തെ ഒരു പ്രശസ്തനായ ഒരു ചരിത്രകാരൻ, അക്ബറിന്റെ കൂടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ പറയുന്നത്, അദ്ദേഹത്തിന് ഏകദേശം ഒരു 26-27 ഭരണവർഷമായപ്പോഴേക്കും അദ്ദേഹത്തിന് ഇസ്ലാം മതം പതുക്കെ വെടിഞ്ഞാൽ കൊള്ളാം എന്നുള്ള ഒരു ആശയം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം ഉണ്ടായിട്ട് ഏകദേശം 1000 വർഷം, 1 മില്ലേനിയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ സൂചകമായി അദ്ദേഹം നാണയങ്ങളിലും ചെറിയ മാറ്റം വരുത്തുകയും 2ാം മില്ലേനിയത്തിൽ അക്ബറിന് സ്വയം അയാൾ ഒരു ഉയർന്ന സ്ഥാനം കൽപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. 1ാമത്തെ 1000 വർഷങ്ങളിൽ മുഹമ്മദിന് കിട്ടിയ പ്രാധാന്യം അത്രത്തോളം ഇല്ലെങ്കിലും 2ാമത്തേതിൽ തനിക്ക് കിട്ടിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായെന്ന് പറഞ്ഞ്, ഇത് കുറച്ച് കോൺട്രവേഴ്സിലെ കാര്യമാണ്. അതുകൊണ്ടാണ് ഈ റെഫറൻസ് ഞാൻ കൊടുത്തത്, കോയിനേജ് ഓഫ് അക്ബർ ബൈ ആൻഡ്രൂ ലിറ്റിൽ. അതിൽ അതേ വാക്കുകൾ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. ആള് ആ കാലഘട്ടങ്ങളിൽ ഒരു 29ാമത്തെ ഭരണവർഷമൊക്കെ ആയപ്പോഴേക്കും നാണയങ്ങൾ വെച്ച് കുറച്ച് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടായി. ആൾക്കാർ ഇത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള, അതിലേക്ക് നമ്മൾ പിന്നെ കടക്കാം. 30ാമത്തെ ഭരണവർഷത്തിൽ ഇദ്ദേഹം ഈ സംഭവം ഉണ്ടാക്കി. എല്ലാ മതങ്ങളിൽ നിന്നുള്ള അറിവ് സ്വാംശീകരിച്ച് ആളുണ്ടാക്കിയെന്ന് പറയുന്ന മതമാണ് ദിൻ ഇ ഇലാഹി. ഇനി ഇതെന്താന്ന് വെച്ചാൽ ഇതൊരു എത്തിക്കൽ സിസ്റ്റമാണ്. അതിൽ പാപങ്ങളുണ്ട്, പുണ്യങ്ങളുണ്ട്. ഈ ബുദ്ധിസത്വം ജൈനിസത്വം സ്വാംശീകരിച്ച് അതിൽ മൃഗഹത്യ നിരോധിച്ചിരുന്നു. ഇതിന് പ്രത്യേകമായ ഒരു പുസ്തകമില്ല. നമ്മൾ ബൈബിളോ ഖുറാനോ ഗീത അങ്ങനെ പറയുന്ന ഒരു പ്രത്യേകമായ ഒരു ആധികാരികമായ ഗ്രന്ഥം അദ്ദേഹം മുന്നോട്ട് വെച്ചില്ല. ഇതിന് വേണ്ടിയിട്ട് പുരോഹിതന്മാരും ഉണ്ടാവണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന്. ഇദ്ദേഹം തന്നെയാണ് ഇതിലേക്കുള്ള ആൾക്കാരെയും സെലക്ട് ചെയ്തിരുന്നത്. ഏറ്റവും മുകളിൽ ഇദ്ദേഹം, അതിനുശേഷം ബാക്കിയുള്ള ആൾക്കാരെന്നുള്ള രീതിയിലാണ് കൊണ്ടുവരുന്നത്. സ്വരാഷ്ട്രീയനിസത്തിന് വേണ്ടിയിട്ട് അവർ പേർഷ്യൻസിന്റെ ഇതിന് വേണ്ടിയിട്ട് അവര് വെളിച്ചത്തെയും സൂര്യനെയും ആരാധിക്കാനുള്ള സംഭവം ഉണ്ടായിരുന്നു. ഇത് സാധാരണ നമുക്കറിയാം, ഈ ഹിജ്രി വർഷം എന്ന് പറഞ്ഞാൽ ഒരു ലൂണാർ കലണ്ടറാണ്. കാരണം അറേബ്യയിൽ അന്നത്തെ കാലത്ത് പകല് പുറത്തിറങ്ങാൻ പറ്റില്ല, രാത്രിയാണ് യാത്രകൾ നടന്നത്. അപ്പോൾ ചന്ദ്രനെ ബേസ് ചെയ്തുള്ള ഒരു എല്ലാ കാര്യങ്ങളുമാണ് ഇസ്ലാം മതത്തിന്റെയും ഭാഗമായിട്ട് വന്നിരുന്നത്. അതിന് നമുക്കറിയാം 29.5 ദിവസം മാത്രമേ ഉള്ളൂ. കാരണം ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ അനുസരിച്ചാണ് ആ മാസങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ 29 ദിവസങ്ങൾ ഉണ്ടോന്നാൽ ഇന്നത്തെ ഒരു കലണ്ടറിന്റെ, നമ്മൾ പറയണം 365 കലണ്ടറിന്റെ ദൈർഘ്യം ഹിജ്റ വർഷത്തിനില്ല. അതിന് 354 ദിവസമേ ഉള്ളൂ. അതിന് പകരം ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന കലണ്ടർ, ഈ ദിനിലാക്കി ഉപയോഗിച്ചിരുന്ന കലണ്ടർ സോളാർ കലണ്ടറാണ്, സൂര്യനെ ആസ്പദമാക്കിയിരുന്ന കലണ്ടറായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി 12 മാസങ്ങൾ ഉണ്ടാക്കി. ആ മാസങ്ങൾ അദ്ദേഹം പേർഷ്യൻ കലണ്ടറിൽ നിന്ന് കടമെടുക്കുകയാണ് ചെയ്തത്. അത് നമ്മുടെ ഇന്നത്തെ മാസങ്ങളായിട്ട് തന്നെ കണക്ക് കൂട്ടാൻ പറ്റാവുന്ന തരത്തിൽ 365 ദിവസമുള്ള ഒരു കലണ്ടറാണ് ദിൻ ഇ ഇലാഹി കലണ്ടർ ഉണ്ടാക്കിയത്. ഇനി നമുക്ക് നാണയങ്ങളിലേക്ക് കടക്കാം. അത്രയും മുഖവരിയോടെ നടക്കുകയാണെങ്കിൽ അക്ബറിന്റെ നാണയങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ തെളിവ് നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യത്തിന് കിട്ടാൻ പറ്റുമെന്ന് നോക്കാം. അക്ബറിന്റെ കോയിനേജിനെ 2 തരമായി തരംതിരിക്കാം. ഒന്ന് കലിമ ടൈപ്പ് കോയിൻസ്, 2 ഇലാഹി ടൈപ്പ് കോയിൻസ്. മൂന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരെഴുതാത്ത നാണയങ്ങളുണ്ട്. കോപ്പർ കോയിൻസ് ആണ് പ്രധാനം. അക്ബറിന്റെ പേരുണ്ടാവില്ല, പക്ഷെ അത് ഉണ്ടാക്കിയ കാലഘട്ടം വ്യക്തമായി രേഖപ്പെടുത്തുന്നതുകൊണ്ട് നമുക്ക് അക്ബറിന്റെ കോയിൻസ് ആണെന്ന് പറയാം. നമുക്ക് ഓരോന്നിലേക്ക് കടക്കാം.
സാധാരണ ഒരു നാണയത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിനൊരു ഒബ്വേഴ്സ് ഉണ്ടാവും, ഒരു റിവേഴ്സ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഒബ്വേഴ്സ് എന്ന് പറയുന്നത് ഏത് സ്ഥലത്താണോ രാജാവിന്റെ അത് അടിക്കുന്ന ആളുടെ പേര് എഴുതിയത് അതിനെയാണ് നമ്മൾ സാധാരണ ഒബ്വേഴ്സ് എന്നറിയപ്പെടുന്നത്, മുൻവശം. അത് അല്ലാത്ത മറ്റേ വശത്തിന് നമ്മൾ റിവേഴ്സ് എന്ന് പറയും. അപ്പൊ സാധാരണ ഒരു നാണയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒബ്വേഴ്സിനെ കുറിച്ചും പറയാം. പക്ഷെ ഇവിടെ കലിമ ടൈപ്പ് കോയിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ റിവേഴ്സിനെ കുറിച്ച് ആദ്യം പറയുന്നു. എന്താണ് കലിമ? കലിമ എല്ലാവർക്കും അറിയാം. കലിമ എന്ന വാക്കിനർത്ഥം വാക്ക്, വേർഡ് എന്ന് മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല, മുഹമ്മദ് അദ്ദേഹത്തിന്റെ പ്രവാചകരാണ് എന്ന് പറയുന്നതാണ് കലിമ. ഇത് എഴുതിയ നാണയങ്ങൾ നമ്മൾ കലിമ ടൈപ്പ് കോയിനേജ് എന്ന് വിളിക്കും. ഇത് കൂടാതെ ചില നാണയങ്ങളിൽ ആദ്യത്തെ 4 ഖലീഫമാരുടെയും പേര് എഴുതിയിട്ടുണ്ടാവും. അവരെ ഫുൾ പേരോ അല്ലെങ്കിൽ വെറും പേര് മാത്രമോ ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് അബൂബക്കർ അൽ സാദിഖ് ആണെങ്കിലോ അല്ലെങ്കിൽ ഉമർ ഉസ്മാനോ അലി അൽ മുർത്താസ, ഇവരുടെ മുഴുവൻ വിവരണങ്ങളോട് കൂടിയ നാണയങ്ങളോ അല്ലെങ്കിൽ പേരുകൾ മാത്രമോ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെറും കലിമ മാത്രമായിരിക്കും. ഇതാണ് കലിമ ടൈപ്പ് കോയിനേജ് എന്ന് പറയുന്നത്. ഇതിന്റെ റിവേഴ്സ് ആണ് ഇത്. ഇനി അതിന്റെ ഒബ്വേഴ്സിലേക്ക് വരികയാണെങ്കിൽ, അതായത് മുൻവശം, അതോടെ രാജാവിന്റെ മുഴുവൻ പേര് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ ബാദ്ഷാ ഗാസി എന്നുള്ളത് വ്യക്തമായി എഴുതിയിട്ടുണ്ടാവും. അത് കൂടാതെ മറ്റൊരു എന്താ പറയാ, ഒരു ശുഭ സൂചകമായ ഒരു വേഴ്സും കൂടി ഉണ്ടാവും. അതിങ്ങനെയാണ്: അൽ സുൽത്താൻ അൽ ആസം അൽ ഖത്താൻ അൽ മുക്കാറം ഖൽ ദല്ലത്ത് അല്ലാ മുൽക്കാഹു വസുൽത്താൻ. ദൈവം ഇദ്ദേഹത്തിനെയും ഇദ്ദേഹത്തിന്റെ രാജ്യത്തെയും എല്ലാ സാധനങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്നുള്ള ഒരു വിഷ്വൽ തിങ്കിങ് ആയിട്ട് അതും കൂടി ഉണ്ടാവും. അത് കൂടാതെ ആ നാണയം എവിടെ നിന്നാണോ അടിച്ചിരിക്കുന്നത് ആ സ്ഥലത്തിന്റെ പേരും ആ ഹിജ്റ വർഷവും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. കുറച്ച് നാണയങ്ങൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കാണിക്കാനാണ്. ഇതിപ്പോ ആ അപ്പുറത്തെ സൈഡാണ് ഫസ്റ്റ് കാണുന്ന നാണയത്തിന്റെ, അപ്പുറത്തെ സൈഡാണ് ഒബ്വേഴ്സ്, ഇപ്പുറത്തെ സൈഡാണ് റിവേഴ്സ്. നിങ്ങൾക്ക് കാണാം റിവേഴ്സ് എല്ലാം ഒരേപോലെയാണ് ഉള്ളത്. ചിലത് സ്ക്വയറിലാണ്, ചിലത് ഡോട്ടഡ് സ്ക്വയർ ആണ്, ചിലത് ഒരു പ്രത്യേക തരം റൗണ്ട് ഷേപ്പാണ് എന്നുള്ളത്. ആദ്യത്തെ അഹമ്മദാബാദിൽ നിന്ന് അടിച്ചുള്ള ഒരു ടൈപ്പാണ് ഇത്. രണ്ടാമത്തത് അഹമ്മദാബാദിൽ നിന്ന് അടിച്ചതാണ്, പക്ഷെ വേറെ തരത്തിലുള്ള അറേഞ്ച്മെന്റ്. മൂന്നാമത്തെ കാണുന്നത് ജോൺപൂരിൽ നിന്ന് അടിച്ചതാണ്. നാലാമത്തത് കൽപ്പി എന്ന് പറയുന്ന സ്ഥലത്തുള്ള അക്ബറിന്റെ 4 ഡിഫറെന്റ് മിനിറ്റ്സിലുള്ള കോയിൻസ് ജസ്റ്റ് കാണിക്കുന്നു മാത്രം. കലിമ എന്താണെന്ന് കാണിക്കാം. ഇതിലെല്ലാത്തിലും ഈ രണ്ടാമത്തെ ഇമേജ് അതാണ് കലിമ. ഇത് മറ്റേ സൈഡില് അക്ബറിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഫുൾ ടൈറ്റിൽസും മിന്റ് അഹമ്മദാബാദ് അടിയിൽ എഴുതിയിട്ടുണ്ട്, ഇവിടെ അഹമ്മദാബാദ് എഴുതിയിട്ടുണ്ട്, ഇവിടെ കൽപ്പിന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ ജോധ്പൂർ എഴുതിയിട്ടുണ്ട്. ഇനി ചുറ്റും ഈ കലിമയുടെ ചുറ്റും പ്രവാചകന്മാരുടെ പേരും മറ്റേതിന് ചുറ്റും അക്ബറിന്റെ ഫുൾ ടൈറ്റിലും ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇത് റൗണ്ട് കോയിൻസ്. ഇനി ഇതേപോലെ തന്നെ അക്ബർ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സ്ക്വയർ ടൈപ്പിലുള്ള കോയിൻസും ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി. ഇതേ കലിമ ടൈപ്പിൽ തന്നെ ഒരു റൗണ്ട് കോയിൻ അവിടെ വേറൊരെണ്ണം ഡൽഹിയുടെ ഞാൻ കാണിച്ചിട്ടുണ്ട്, അത് ഡൽഹി മിന്റ് ആണ്. ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കലിമ കോയിൻ അഹമ്മദാബാദിൽ നിന്ന് അടിച്ചേക്കാണ്. ഈ കാണുന്നതാണ് ഡേറ്റ്, ഹിജ്റ വർഷം 988 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്നതാണ് ഉജ്ജയിനിൽ നിന്ന് അടിച്ചിട്ടുള്ള ഒരു കലിമ ടൈപ്പ് സ്ക്വയർ കോയിൻ ആണ്. ഇത് ഉറുദു സഫർ ക്വാറിൻ എന്ന് പറയുന്ന ഒരു ക്യാമ്പ് അസോസിയേറ്റഡ് വിത്ത് വിക്ടറി എന്ന് പറയുന്ന ഒരു ക്യാമ്പിൽ അടിച്ചു കൂട്ടിയിരുന്ന നാണയങ്ങളാണ്. ഇതും എല്ലാം സ്ക്വയർ ടൈപ്പ് എന്നാൽ കലിമ കോയിൻസ് ആണ്. ഇനി കോപ്പർ കോയിൻസിലേക്ക് കിടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പലതിലും അക്ബറിന്റെ പേരുണ്ടാവില്ല. അത് അടിച്ച കാലഘട്ടം വെച്ചിട്ടാണ് നമ്മൾ അക്ബറിന്റെ കോയിൻ ആണെന്ന് വ്യക്തമായി പറയുന്നത്. കാരണം ഏത് കൊല്ലമാണ് അടിച്ചത് എന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ടാവും. അപൂർവമായി ചില നാണയങ്ങൾ, കോപ്പർ നാണയങ്ങൾ, പ്രത്യേകിച്ച് അക്ബർ ആദ്യകാലങ്ങളിൽ അടിച്ചിരുന്ന നാണയങ്ങൾ അദ്ദേഹത്തിന്റെ പേരും ഫുൾ ടൈറ്റിലും നേരത്തെ പറഞ്ഞ അൽ സുൽത്താൻ അൽ ആസാം എന്ന് പറഞ്ഞാൽ ആ ഫുൾ ടൈറ്റിൽ എഴുതിയിട്ടുണ്ടാവും. അതിലൊരു എക്സാമ്പിൾ ആണ് അപ്പുറത്ത് കാണുന്നത്. ആൽവാർ എന്ന് പറയുന്ന സ്ഥലത്ത് അടിച്ചിരുന്ന ഒരു കോയിൻ ഫുൾ ടൈറ്റിലുള്ളത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അക്ബർ പേര് വെക്കൽ വരുത്തി ബാക്കി സാധനങ്ങൾ, അതായത് ഡേറ്റ് ഈ സൈഡിലാണ് ഡേറ്റ് കാണുന്നത്, ഈ സൈഡില് ഏത് മിന്റിന്നാണ് അടിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ മിന്റ് എന്ന് വെച്ചാൽ ദാറുൽ ഖിലാഫത്ത് ആഗ്ര, ഖിലാഫത്തിന്റെ തലസ്ഥാനമായ പോയല്ലോ ഖിലാഫത്തിന്റെ തലസ്ഥാനമായ ആഗ്രയിൽ നിന്ന് അടിച്ചത് എന്ന് പറയുന്ന കേൾക്കില്ലേ കോയിനാണ്. ഇത് ഖിലാഫത്തിന്റെ തലസ്ഥാനമായ ലഖ്നൌയിൽ നിന്ന് അടിച്ച കോയിനാണ്. ഡേറ്റ് ഇവിടെ കാണാം 986. ഇത് ദാറുൽ സുൽത്താന്റെ തലസ്ഥാനമായ അഹമ്മദാബാദിൽ നിന്ന് അടിച്ചിരുന്ന കോയിനാണ്. ഇവിടെ ഡേറ്റ് കാണാം 982. ഇതൊക്കെയാണ് കോപ്പർ കോയിൻസ്. ജസ്റ്റ് നമുക്ക് കാണിക്കാണ്. അപ്പൊ ഇതിൽ കലിമ ഇല്ല എന്നുള്ളതാണ്, പക്ഷെ കോപ്പർ ആണ്. ഇനി
ഇനിയാണ് അക്ബറിനെ ഞാൻ നേരത്തെ പറഞ്ഞു, അക്ബർ കുറച്ച് പരീക്ഷണങ്ങൾ നടത്താൻ ശ്രമിച്ചു തുടങ്ങി. അദ്ദേഹത്തിന് ഈ മതം വിടണം എന്നുള്ള ഒരു ഇത് വന്നപ്പോ അക്ബർ നാട്ടുകാരെ എങ്ങനെ ഇതിന് പ്രതികരിക്കും, കാരണം ഒരു യാഥാസ്ഥിതിക ഒരു ഇതില് ജീവിക്കുമ്പോ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു സാധനം മാറ്റിമറിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു രാജാവുമ്പോൾ അതിന് കുറെ ശത്രുക്കൾ ഉണ്ടാവും, അവരെങ്ങനെ പ്രതികരിക്കും, സ്കോളേഴ്സ് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പരീക്ഷണങ്ങളായിട്ട് ഇദ്ദേഹം, ഞാൻ റെഫറൻസ് വീണ്ടും എഴുതിയിട്ടുണ്ട്, ഇതൊക്കെ കോൺട്രവേഴ്സിയിലാണ്, അതുകൊണ്ട് റെഫറൻസ് എഴുതാൻ കാരണം ആൻഡ്രൂ ലിഡിലിന്റെ അക്ബർ. ഇയാള് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മില്ലേനിയം കഴിയാറായി, ഒരു ആദ്യത്തെ സഹസ്രാബ്ദം കഴിയാറായപ്പോ രണ്ടാം സഹസ്രാബ്ദത്തിൽ തന്നെ സ്വയം മുന്നോട്ട് വെക്കാനുള്ള ഒരു കാഴ്ചപ്പാടാണ് അക്ബർ വന്നത്. അതിന്റെ ഭാഗമായിട്ട് അന്ന് 988 ശേഷം ഇറക്കിയാണ് കുറെ കോയിൻസിൽ അദ്ദേഹം അലിഫ് എന്നുള്ള ഒരു സാധനം എഴുതി ചേർന്നു. അലിഫ് എന്ന് വെച്ചാൽ ഒന്നാം സഹസ്രം, ഇതാണ് അലിഫ് എന്ന് പറഞ്ഞ ഡേറ്റ്. ആ ഡേറ്റ് ഉണ്ടാകുന്ന സ്ഥലത്തിന് അതിന് പകരം അലിഫ് എന്ന് എഴുതി ചേർത്തിരിക്കും. ഇത് ഒരു ഉർദു സഫർക്കാരനെ അടിച്ചിരുന്ന ഒരു സ്ക്വയർ അക്ബറിന്റെ റുപ്പി, ഇത് കലിമയാണ്. ഇപ്പുറ സൈഡിൽ അതിന്റെ അതേ സാധനത്തിന്റെ കോപ്പർ റുപ്പിയിൽ അലിഫ് എന്ന് എഴുതിയിരുന്നു. ഉർദു സഫർക്കാരന്റെ ബാക്കി ഡേറ്റുള്ള കോയിൻസ് പിന്നെ കാണിക്കാം. ഇത് അലിഫ് എന്ന് എഴുതുന്നത് ഒന്നാം മില്ലനിയം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇനി 987 ഹിജ്റ വർഷം ഇദ്ദേഹം 2-3 ടൈപ്പ് വേറെ ടൈപ്പ് കോയിൻസ് ഇറക്കുകയാണ്. ആ കോയിൻസിൽ അയാള് കലിമ മുഴുവനായിട്ട് ഉപേക്ഷിച്ചു. അതിന് പകരം 2 എഴുത്താണ് ഉണ്ടായിരുന്നത്. ഒന്ന് സാധാരണ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് കേട്ടിട്ടുണ്ട്, അള്ളാഹു അജയനാണ്, ഭയങ്കര ശക്തിയുള്ളവനാണെന്ന് പറയുന്നതിന് പകരം അദ്ദേഹം അക്ബർ ഉ അള്ളാഹ് എന്ന് എഴുതി. അക്ബറാണ് അള്ളാഹ് എന്നുള്ള ഒരു തരത്തിലേക്ക് ആള് കൊണ്ടുവരികയാണ്. മറ്റേ സൈഡിൽ ജൽ ജലാല എന്ന് വെച്ചാൽ അയാളുടെ യശസ്സൊക്കെ ഉയരട്ടെ എന്നുള്ള, അല്ലെ പ്രകൃതിക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ കൊണ്ടുവരികയാണ്. ഈ സംഭവം നടക്കുന്നത് ഈ പുസ്തക പ്രകാരം 2 സ്ഥലത്താണ് മെയിൻ ആയിട്ട്. ഒന്ന് ലാഹോറിലും ഒന്ന് അഹമ്മദാബാദിലും. അത് അദ്ദേഹം തെരഞ്ഞെടുത്തതിന് കാരണമായി പറയുന്നത് അയാളുടെ ക്യാപിറ്റൽ ഇതടിക്കാൻ ആൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ജനങ്ങൾ തിരിഞ്ഞ് തന്നെ ആക്രമിച്ചാലതുകൊണ്ട് എംപയറിന്റെ ഏറ്റവും പെരിഫറിയിൽ അടിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. ഈ സാധനം ഒരു കോട്ടർ മൊഹറും ഉർദു സഫർക്കാരിൽ താണ്ട ബംഗാളിൽ ഈ സ്ഥലങ്ങളിലാണ് ഇതൊക്കെ കണ്ടെന്ന് പറയുന്നത്. പക്ഷെ ഇന്നും ഇപ്പോഴും ഇതിന്റെ ഒരു ഇമേജ് നെറ്റിൽ കാണാനില്ല. ഞാൻ കുറെ ശ്രമിച്ചു, നെറ്റിൽ കിട്ടാനില്ല. അത് എത്രത്തോളം ആധികാരികമാണെന്നുള്ളത് നിങ്ങൾക്ക് വിട്ടുതരുന്നു. റെഫറൻസ് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിന് ശേഷം അത് എന്തുകൊണ്ടോ അക്ബർ നിർത്തുകയാണ്. ഈ അക്ബർ ഉ അള്ള എന്നുള്ള സംഭവം അക്ബർ നിർത്തുകയാണ്. അതിന് പകരം അദ്ദേഹം പുതിയൊരു പരിപാടി കൊണ്ടുവരികയാണ്. അതിനൊപ്പം നമുക്കൊരു കാര്യം കൂടി പറയണം. ഇദ്ദേഹം ഈ പുതിയ മതത്തിന് ഒരു തലസ്ഥാനം കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. നമുക്കറിയാം പ്രയാഗ്രാജ് എന്ന് പറയുന്ന അലഹബാദ്, അത് ഈ ഗംഗയുടെയും യമുനയും എല്ലാ മതങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് അതിനെ അയാൾ പേര് മാറ്റി ഇലാഹാബാസ് എന്നാക്കി. ഇലാഹ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എന്നാണ്. ഇലാഹ ആവാസ്, ദൈവത്തിന്റെ ആവാസം. അബോഡ് നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന പോലെ, അല്ലെങ്കിൽ അബാദ് എന്നൊക്കെ പറയുന്ന ഒരു സാൻസ്ക്രിറ്റും പകുതി പേർഷ്യനുമായിട്ടുള്ള ഒരു മിക്സ് പേരാണ് അദ്ദേഹം കൊണ്ടുവരാൻ ഉപയോഗിച്ചത്. ഈ പേര് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇലാഹാബാസ് എന്ന് മാറി അലഹബാസ് എന്നും പിന്നെ അത് അലഹബാദ് എന്നായി മാറുകയും ചെയ്തു. ഇത് ആരാണ് ഈ പേരുമാറ്റം നടത്തിയതിനെ കുറിച്ച് ഇപ്പോഴും തർക്കങ്ങളാണ്. ചില ആൾക്കാർ പറഞ്ഞ ഔറംഗസേബിന്റെ കാലത്ത് തന്നെ പേര് മാറ്റം വന്നത്, ചില ആൾക്കാർ ബ്രിട്ടീഷുകാർ പ്രൊണൗൺസിയേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പേര് മാറ്റിയാണ്. എന്തായാലും അതും നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഈ സ്ഥലങ്ങളിൽ നിന്ന് ഇലഹബാസ് എന്നുള്ള ആകെ കോപ്പർ കോയിൻസ് മാത്രമേ നമുക്ക് ഇതുവരെ കണ്ടുകിട്ടിയുള്ളൂ. ഗോൾഡും സിൽവറും ഇല്ല. ഇതൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതില് ആ സൈഡിൽ എഴുതിക്കണ മിഹർ ഇ ഇലഹാബാസ്, സ്റ്റാമ്പ് ഓഫ് ഇലഹാബാസ് എന്നാണ്. ഇപ്പുറത്ത് എഴുതിക്കണ ഇലാഹി 31, ഇലാഹി 31, ഇലാഹി 31 എന്നുള്ള കോയിൻ. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ 31ാം ഭരണവർഷമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഈ 31ാം ഭരണവർഷം ഈ ഇലഹാബാദിലുള്ള കോയിൻ ഇതിൽ ഫിക്സ്ഡ് ആയതെന്ന് മനസ്സിലാക്കണം. പിന്നെ ഒരെണ്ണം കാണുന്നത് 42ാമത്തെ വർഷത്തിലാണ് നമ്മൾ അവിടെ നിന്ന് കാണുന്നത്. ഇതാണ് ഇലാഹി കലണ്ടർ. ഞാൻ നേരത്തെ പറഞ്ഞ സോളാർ കലണ്ടർ ഉണ്ട്, 12 മാസമുണ്ട്. ഡേറ്റ്, നമ്മുടെ കറസ്പോണ്ടിങ് ഡേറ്റ് ഇവിടെ ഉണ്ട്. ഈ മാസങ്ങളുടെ പേര് ഭയങ്കര, മാസങ്ങൾ വെച്ച് കോയിൻ കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ജോഷിയെ പോലെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇതൊക്കെ വ്യക്തമായി അറിയാം. ഫർവാദീൻ, അർദിബിഷ്, ഖുർദ, തിർ, അമർനാഥ്, സഹരിവാർ, മിഹിർ, അബാൻ, അസദ്, ദീൻ, ബഹ്മാൻ, ഇസ്ഫാഖർ, മുയിസ്. ഈ 12 മാസങ്ങളിലും വ്യത്യസ്ത കോയിനുകൾ അക്ബർ ഇറക്കിയിരുന്നു, കോയിന്റെ പേരും മാസവും വെച്ച്. അക്ബർ ഈ ഇലാഹി കോയിനിലേക്ക് കടക്കുന്നതിന് മുമ്പ് അക്ബർ ചെയ്ത കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. അക്ബർ ആദ്യം അടിച്ച കോയിനുകളിൽ അള്ളാഹു അക്ബറിന് പകരം അക്ബർ അള്ളാന്ന് എഴുതിയിരുന്നു. പക്ഷെ ആ തെറ്റ് അയാൾ എന്തുകൊണ്ടോ മാറ്റി
രണ്ടാമത് ഇറക്കിയ കോയിനുകളിൽ ഈ കോയിനുകളിൽ ഡേറ്റ് ഇല്ല. ഈ സൈഡിൽ എഴുതിയിട്ടുള്ളത് അള്ളാഹ് അക്ബർ എന്നാണ്, അപ്പുറത്ത് ജൽ ജലാല എന്ന് എഴുതിയിരുന്നു. ഇതാണ് ആദ്യത്തെ കോയിൻ, ഡേറ്റ് ഇല്ല. അതിനുശേഷം ഇദ്ദേഹം ഇതേ കോയിനിൽ തന്നെ ഡേറ്റ് ആഡ് ചെയ്യണ്. ഇത് ഇലാഹി 30-ാം വർഷത്തിലാണ് അക്ബർ ഇലാഹി മതം കണ്ടുപിടിച്ചത്. ആ വർഷത്തിൽ തന്നെ അടിച്ച ഒരു കോയിനാണ്. ഈ സൈഡിൽ ജൽ ജലാലാവും, ആ സൈഡിൽ അള്ളാഹ് അക്ബറും, ഇലാഹി 30 എന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ കാണുന്ന കോയിനേക്കാളും ഒരു ഇലാഹി കൊല്ലം കൂടി അയാൾ ആഡ് ചെയ്തു. അടുത്ത ഒരു സംഭവമായിട്ട് ഇയാൾ ചെയ്യണത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലാഹി കൊല്ലത്തിനൊപ്പം ഇലാഹി മാസം കൂടി ആഡ് ചെയ്യണം. അതിനൊപ്പം അടിയിൽ അസർ എന്ന് പറയുന്ന മാസം ആള് ആഡ് ചെയ്യണം. അപ്പൊ ഇലാഹി കൊല്ലമായി, ഇലാഹി മാസമായി. ഇനി ഇതാണ് ലാസ്റ്റ് ചേഞ്ച്. അതിന്റെ കൂടെ ഈ ഇലാഹി കൊല്ലവും ഇലാഹി മാസത്തിന്റെ കൂടെ ഏത് സ്ഥലത്തു നിന്നാണ് ഈ കോയിൻ അടിച്ചതെന്നുള്ള മിന്റിന്റെ പേര് കൂടി അദ്ദേഹം ആഡ് ചെയ്യണം. അത് റൗണ്ട് കോയിൻസ് ഉണ്ട്, സ്ക്വയർ കോയിൻസ് ഉണ്ട്. സ്ക്വയർ കോയിൻസിലെ അഹമ്മദാബാദ് എന്ന് എഴുതിയിരിക്കണാണ് അടിയിൽ. ഇത് ഇലാഹി വർഷം, മിഹിർ എന്ന് പറയുന്ന മാസവും. ഇപ്പുറത്ത് അതിന്റെ റൗണ്ട് കോയിൻസ് ഇവിടെ അഹമ്മദാബാദ് എഴുതിയിട്ടുണ്ട്, ഇലാഹി 4x, അതായത് പോയി ഇസ്ഫാൻദർ മുയിസ് എന്ന് പറഞ്ഞ മാസം. ഈ ഇത് അക്ബറിന്റെ ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള സിൽവർ കോയിൻസുകൾ ഒന്ന്, വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള നാണയങ്ങളാണ് ഈ റൗണ്ട് ടൈപ്പ് ഇലാഹി, പ്രത്യേകിച്ച് അഹമ്മദാബാദ് മിന്റ് കോയിൻസ്. ആർക്കും വളരെ സിമ്പിൾ ആയിട്ട് കളക്ട് ചെയ്യാവുന്ന നാണയങ്ങളാണ്. ഇത് എല്ലാ മാസവും സെറ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു അതിന് റെഫറൻസും കൊടുത്തിട്ട് ഞാൻ അത് ജസ്റ്റ് ഈ ഫോട്ടോയുടെ റെഫറൻസ് ആണ് കൊടുത്തത്. ഇതില് ഓരോ മാസങ്ങൾ, എല്ലാ മാസങ്ങളും വെവ്വേറെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കണ്ട ലാഹോർ മിന്റ് ആണ് ഇത്, അഹമ്മദാബാദ് മിന്റിന്റെ ഇതേപോലെ തന്നെയുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചില നാണയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിട്ട് നമ്മൾ തിരിഞ്ഞത് കലിമ കോയിൻസ്, ഇലാഹി കോയിൻസ്. കലിമ ഉള്ളിടത്ത് ഇലാഹി ഇല്ല, ഇലാഹി ഉള്ളിടത്ത് കലിമ ഇല്ല. ചില മിന്റുകളിൽ നിന്ന് വന്ന കോയിൻസ്, പ്രധാനമായിട്ട് ഒരു അഹമ്മദാബാദ്, ഉജ്ജയിൻ, ഈ രണ്ട് മിന്റുകളിൽ കലിമ ഉണ്ടെങ്കിലും ഇലാഹി വർഷം വെച്ചിരുന്ന കോയിൻസ് ഉണ്ട്. ഇത് കലിമയാണ് ഈ സൈഡിൽ കാണുക, പക്ഷെ ഇലാഹി 37 എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന് കാരണം ഇപ്പോഴും അറിയില്ല. 37, 38, 39 അഹമ്മദ് ഇഷ്യൂ നമുക്ക് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളത് നമുക്കറിയില്ല. ഇനി കുറച്ച് കോപ്പർ നാണയങ്ങളോട് ഞാൻ കാണിക്കുന്നുണ്ട്. ഇലാഹി വർഷം അടിച്ചിറക്കിയ കുറച്ച് കോപ്പർ നാണയം. ഇത് ഹിസാർ എന്ന് പറയുന്ന മിന്റിൽ ഇലാഹി 37, ഇസ്ഫാൻദർ മുയിസ് എന്ന് പറയുന്ന മാസത്ത് ഹിസാർ മിന്റിൽ നിന്ന്. ഇപ്പുറത്ത് ലാഹോർ മിന്റിൽ നിന്ന് ബഹ്മാൻ മാസം ഇലാഹി 40. അവിടെ ശ്രീനഗർ മിന്റിൽ നിന്ന് അടിച്ച ബഹ്മാൻ മാസം ഇലാഹി 39. ഇപ്പുറത്ത് ഉറുദു സഫർക്കാരൻ എന്ന് പറയുന്ന സ്ഥലത്ത്, ഞാൻ നേരത്തെ ഉറുദു സഫർക്കാരൻ അലിഫ് പറഞ്ഞിരുന്നു, ഇവിടെ ഇലാഹി 40, എത്രയാണ് കറക്റ്റ്, 41 ആയിരിക്കണം വെച്ചിട്ടുള്ള കോയിൻസ്. ഇതാണ് ഇദ്ദേഹത്തിന്റെ കോപ്പർ നാണയങ്ങൾ ഇലാഹി വെച്ചിട്ടുള്ളത്. എല്ലാ ടൈപ്പ് കോപ്പർ നാണയങ്ങളും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് അതേപോലെ തന്നെ സ്ക്വയർ നാണയങ്ങൾ ഇലാഹി വെച്ചിട്ടുള്ളത്. ആദ്യത്തെ ഉജ്ജയിൻ മിന്റിൽ നിന്ന് ഇലാഹി 45, ഈ സൈഡില് അള്ളാഹ് അക്ബർ ആണ്, ഈ സൈഡില് ജൽ ജലാല, ഇലാഹി 45 ഉജ്ജയിൻ. ഈ സൈഡിൽ സിക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇലാഹി 42ന്റെ ഒരു നാണയം. ഇതാണ് ഉറുദു സഫർക്കാരൻ എന്ന് പറയുന്ന മിന്റിൽ. ഇത് ആദ്യത്തിൽ ഡേറ്റ് ഇല്ല, ഇവിടെ AH ഡേറ്റ് 9/8/9 ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് അലിഫ്, അത് ആ ഡേറ്റ് മാറ്റി 1-ാം മില്ലേനിയം എന്നുള്ളതിൽ അലിഫ് വന്നു, ഇവിടെ ഇലാഹി വന്നു. അങ്ങനെയാണ് ഉറുദു സഫർക്കാറിലെ നാണയങ്ങൾ മാറിക്കൊണ്ടിരുന്നത്. ഇത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സ്പെസിമൻ ആണ്. നമ്മുടെ അക്ബറിന്റെ മതമൈത്രി വിളിച്ചു വന്ന ഒരു കഴിഞ്ഞ പ്രാവശ്യം ശശിഭൂഷൺ സാറൊക്കെ വന്നപ്പോൾ അദ്ദേഹം ഇതിനെ കുറിച്ചൊക്കെ കുറച്ച് വാചാലമായി സംസാരിക്കുന്നുണ്ട്, ഇങ്ങനത്തെ നാണയങ്ങളെ കുറിച്ച്. ഇത് രാമനും സീതയുമാണ്. ഒരു ഇസ്ലാമിക കോയിനിൽ ഒരു രാമനെ സീതേനെ കുറിച്ച് പ്രകീർത്തിക്കുന്നത് അത് അത്രയും അപൂർവമായ ഒരു സംഭവം. അദ്ദേഹത്തിന്റെ കുറച്ചും കൂടി ഒരു മതത്തിനോടുള്ള ഒരു ഡൈലൂഷൻ സ്റ്റാൻഡ്, എല്ലാ മതങ്ങളും ഉൾക്കൊള്ളാനാവുന്ന ഒരു സാധനത്തിനെ വിളിച്ചു പോകുന്ന സാധനമാണ്. ഇതൊരു മൊഹറാണ്. ഇത് കുറച്ച് സ്പെസിമെൻസ് ഉണ്ട്, ഇന്ത്യയിൽ ബനാറസിലെങ്ങാണ് ഉണ്ടെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. ഇത് മാത്രം മതി ഈ അക്ബറിന്റെ ഈ മതപരമായ കാഴ്ചപ്പാട് നമുക്ക് എല്ലാവർക്കും ബോധ്യമാവാനായി. അക്ബറിന് ശേഷം എന്ത് സംഭവിച്ചു നമുക്കറിയാം. 50-ാമത്തെ വർഷത്തിൽ അക്ബർ മരിക്കുകയാണ്. അതിനുശേഷം വന്ന ജഹാംഗീർ ഇലാഹി മതം പിന്തുടർന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇലാഹി വർഷങ്ങൾ അദ്ദേഹം പിന്തുടരുന്നു. പക്ഷെ 50-ന് പകരം 51 അല്ല ആള് പറഞ്ഞത്. അതിന് പകരം അയാളുടെ 1-ാം വർഷം അങ്ങനെ എടുത്തു. ഇലാഹി 1 എന്ന് പറഞ്ഞ് വീണ്ടും കൗണ്ട് ചെയ്ത് തുടങ്ങി. പക്ഷെ ഇലാഹി മാസങ്ങൾ എഴുതുന്ന പരിപാടി ജഹാംഗീറും പിന്തുടർന്നു പോകുന്നു. ഇത് ഒരു സ്ക്വയർ ഇതാണ്. ജഹാംഗീറിന് വളരെ കോമൺ കാണാണ്. ഉജ്ജയിനിൽ ഉണ്ടായാണ് ഖുർദാദ് എന്ന് പറയുന്ന മിന്റിൽ നിന്ന്. ഖുർദാദ് എന്ന് പറയുന്നത് മിന്റല്ല, സോറി, ഇലാഹി മാസമാണ്. അത് ജഹാംഗീർ ഉപയോഗിച്ചു ഒരു എക്സാമ്പിൾ കാണിച്ചാണ്.
ഇത് ജഹാംഗീറിന്റെ കുറച്ച് സിൽവർ നാണയങ്ങളും കൂടി ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഇദ്ദേഹം ഈ ഇലാഹി ഉപയോഗിച്ചിരുന്നത് കാണി. ഏറ്റവും മുകളിൽ കാണിത് അഹമ്മദാബാദ് മിന്നിൽ ജഹാംഗീർ അടിച്ചാണ്. ഈ സൈഡിൽ ജഹാംഗീറിന്റെ പേരുണ്ട്. ഏറ്റവും മുകളിൽ അബാൻ എന്ന് എഴുതിയിട്ടുണ്ട്. അബാൻ എന്നുള്ളത് മാസമാണ്, ഇലാഹി മാസമാണ്. ഇപ്പുറത്ത് ജഹാംഗീറിന്റെ അക്ബർ നഗർ മില്ലില് ഇത് 6 എന്ന് എഴുതിയിട്ടുണ്ട്. മുകളിൽ ഇലാഹി മാസം, ഈ ഇലാഹി എന്നാണ് എഴുതിയിരിക്കുന്നത്. മിഹിർ മാസം, മാ മിഹിർ എന്നാണ് മാസം. മാ എന്നർത്ഥം മന്ത്, ചന്ദ്രനെ സൂചിപ്പിക്കുന്നതാണ് മാ മിഹിർ, മിഹിർ മാസത്തിൽ അടിച്ചത്. ഇത് ജഹാംഗീറിന്റെ ഡൽഹിയിൽ അടിച്ചിരുന്ന കോയിനാണ്. 7th ഡേറ്റോട് നിങ്ങൾക്ക് വ്യക്തമായി കാണാം. ഇതില് മാ അമർദാദ് എന്ന് പറയുന്ന ഇലാഹി മാസമാണ് ജഹാംഗീർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പുറത്ത് വളരെ കോമൺ കോയിനാണ് ജഹാംഗീറിന്റെ തന്നെ ലാഹോറിലുള്ള ഇലാഹി 8. ഇത് ഇസ്വാന്തർ മുയിസ് എന്ന് പറയുന്ന മാസം ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം ഷാജഹാൻ വന്നപ്പോഴും ഷാജഹാന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇദ്ദേഹം ഇലാഹി ഉപയോഗിച്ചതിന് നാണയങ്ങൾ കൂടെ അറിയാം. ഇപ്പൊ ഇതൊരു എക്സാമ്പിൾ, ഷാജഹാന്റെ പോയിന്റ് എക്സാമ്പിൾ കാണിക്കണം. വിത്തൗട്ട് ഇലാഹിമാണ്. ഇതില് ഇലാഹി, ഇത് അഹമ്മദാബാദിൽ നിന്ന് അടിച്ച നാണയമാണ്. ഇത് പാറ്റ്നയിൽ നിന്ന് അടിച്ച നാണയത്തിൽ ഏറ്റവും അടിയിൽ എഴുതിയത് ഇലാഹി, ഇവിടെ ഇയർ 4 ഷഹരിവാർ, മാ ഷഹരിവാർ എന്ന് പറഞ്ഞ മാസത്തിൽ ഇദ്ദേഹം അടിച്ച നാണയമാണ്. അദ്ദേഹവും ഇലാഹി ഈ പാരമ്പര്യം തുടർന്നു വന്നു എന്നാണ് അറ്റ്ലീസ്റ്റ് തുടക്ക കൊല്ലങ്ങളിലെങ്കിലും. സാധാരണയായിട്ട് ഇദ്ദേഹത്തിന് 2, 3, 6 മാത്രമാണ് ഈ ഇലാഹി കാണാൻ തന്നെ. അതിനുശേഷം വരുന്ന 6 ഇലാഹി അപ്രത്യക്ഷമാവണം. ഷാജഹാന് 6 മക്കളാണ് ഉണ്ടായിരുന്നത്, 4 ആൺമക്കളും. പിന്നെ അടി തുടങ്ങി ഇവന്മാര് പരസ്പരം. അപ്പോ ഷാജഹാന്റെ കാലത്ത് തന്നെ അദ്ദേഹം ഡെക്കാന്റെ വൈസ്രോയി അല്ല, അദ്ദേഹത്തിന് ഡെക്കാന്റെ ചാർജ് കൊടുക്കുന്ന ആളുടെ ഒരു മകനായ കാംബക്ഷനാണ്. ഈ കാംബക്ഷന്റെ കോയിൻ, അതായത് 3 സ്ഥലങ്ങളിൽ മാത്രമേ കാംബക്ഷ് കോയിൻ അടിച്ചുള്ളൂ. സൂറത്ത്, കാംബയാത്ത്, അഹമ്മദാബാദ്. ഈ 3 ഒരിടത്ത് ഈ അഹമ്മദാബാദ് കോയിനിൽ ഇദ്ദേഹം ഇലാഹി ഉപയോഗിച്ചതിന്റെ ഇലാഹി അസർ എന്നാണ് ഏറ്റവും മുകളിൽ എഴുതിക്കുന്നത്. അദ്ദേഹവും ഇലാഹി തുടർന്നിരുന്നു. ഷാജഹാന്റെ മരണശേഷം ആകെ പ്രശ്നങ്ങളായിരുന്നു. ഇനി കുറച്ചും കൂടി കോൺട്രവേഴ്സ്യൽ ആയ ഒരു കാര്യമാണ്. ദാരാ ഷിഖോ എന്ന് പറയുന്ന ആളായിരുന്നു ഷാജഹാന്റെ ഏറ്റവും മൂത്ത മകൻ. വലി അഹദ് എന്ന് പറഞ്ഞ ആദ്യത്തെ പിന്തുടർച്ചാവകാശി എന്ന് ഷാജഹാനും ഭാര്യയൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ച മനുഷ്യനാണ് ദാരാ ഷിഖോ. ഇദ്ദേഹത്തിനെയാണ് ഔറംഗസേബ് തോൽപ്പിച്ചിട്ട് കിരീടം, ആ നേരത്തെ കാംബക്ഷും ഔറംഗസേബിന്റെ കൂടിയിട്ടാണ് ഇദ്ദേഹത്തെ തോൽപ്പിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഇദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു. ഇദ്ദേഹം കുറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. വീണ്ടും ഈ ഇലാഹി കൾച്ചർ അല്ലെങ്കിൽ സർവ്വമത കൾച്ചർ കൊണ്ടുവരാൻ ശ്രമിച്ചതിന് കുറെ തെളിവുകളുണ്ട്. ഇതിലൊന്നാണ് മജ്മ ഉൽ ബഹ്റൈൻ എന്ന് ആൾ എഴുതിയ 1655 എഴുതിയ ഒരു പുസ്തകം. ബഹ്റൈൻ എന്ന് വെച്ചാൽ രണ്ട് സമുദ്രങ്ങളിൽ അർത്ഥമുള്ളൂ. മജ്മ ഉൽ അതിന്റെ കൂടിച്ചേരൽ, 2 സമുദ്രങ്ങളുടെ കൂടിച്ചേരൽ എന്ന് പറയുന്നത്. അദ്ദേഹം ഇസ്ലാമിസത്തിലെ സൂഫിസവും ഹിന്ദുയിസത്തിലെ വേദാന്ത ഫിലോസഫിയും കൂടി ഒരുമിച്ച് ചേർത്ത് ഒരു പുസ്തകം എഴുതിയ പുസ്തകമാണ് മജ്മ അൽ ബഹ്റൈൻ എന്ന് പറയുന്നത്. ഇതിന് ആള് തന്നെ സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്തത്, അയാൾ തന്നെ ഭയങ്കര പണ്ഡിതനായിരുന്നു. സംസ്കൃതത്തിൽ തർജ്ജമ ചെയ്തതിന്റെ പേരാണ് സമുദ്ര സംഗമ. നേരത്തെ പറഞ്ഞ 2 സമുദ്രങ്ങൾ കൂടിച്ചേരുന്നത്. അതിന് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇദ്ദേഹം 50ഓളം ഉപനിഷത്തുകൾ പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, ദാരാ ഷിഖോ. അതിന്റെ പേരാണ് സിർ ഇ അക്ബർ അല്ലെങ്കിൽ ദി ഗ്രേറ്റ് മിസ്റ്റ്. അതിൽ ഇദ്ദേഹം ഒരു പുതിയൊരു ഹൈപ്പോത്തസിസ് മുന്നോട്ട് വയ്ക്കണം. അതിന് ഇൻട്രൊഡക്ഷനിൽ, അതായത് ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കിതാബ് അൽ മക്നൂൻ അല്ലെങ്കിൽ ഹിഡൻ ബുക്ക് എന്ന് പറയുന്നത് ഉപനിഷത്താണ് എന്ന് പറയുന്ന ഒരു ഇതും കൂടി ഇദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. അതിന്റെ റെഫറൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, റിസ്വി സജാദ് 2000 ഷിഖോ. പക്ഷെ അതിനുശേഷം നമുക്കറിയാം, അതിനുശേഷം വന്ന ആള് ഔറംഗസേബ്.